യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നും അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ദൈവത്തോട് അബ്രഹാം പ്രതികരിക്കുന്നത്, അതേപോലെ തന്നെ ദൈവം എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ദൈവം അബ്രഹാമിന് വളരെ വ്യക്തിപരമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചിന്തകളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം എപ്രകാരമാണ്, നമ്മൾ ദൈവത്തോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ അതേ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതേ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എനിക്ക് ഈ ദേശം തരുമെന്നുള്ളത് എന്തൊന്നിനാലാണ് ഞാൻ അറിയുന്നത്? അതിന് നീ എനിക്കൊരു അടയാളം തരണം. അതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാമിന് ഒരു അടയാളം കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 9 മുതൽ, അവനോട് നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അബ്രഹാം കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ പ്രധാനപ്പെട്ട വേദഭാഗം. ഈ വേദഭാഗത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ പുരാതന കാലത്ത് 2 കൂട്ടർ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവം അതേ കാര്യം തന്നെ അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാൻ പോകുകയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 കൂട്ടർ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ 2 കൂട്ടരും ഇതേപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും 2ആയി വിഭാഗിച്ച് അത് നേർക്കുനേരെ വെച്ച് അതിൻ്റെ ഇടയിലൂടെ നടന്നു പോകണമായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ അവർ ഇതിലെ ഉടമ്പടി വ്യവസ്ഥകൾ പറയണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അബ്രഹാം പ്രതീക്ഷിക്കുന്ന ഒരു അടയാളം എന്ന് പറയുന്നത് ദൈവം തനിക്ക് വെളിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം വെളിപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടയാളമായി അബ്രഹാം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം അപ്രകാരം തന്നെ മൃഗങ്ങളെയൊക്കെ അവൻ 2ആയിട്ട് പകുത്തു, എന്നാൽ പക്ഷികളെ അവൻ പിളർന്നില്ല. ഈ പ്രവൃത്തികൾക്ക് ശേഷം അബ്രഹാം സ്വാഭാവികമായി ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് ദൈവം ഇതിൻ്റെ ഇടയിൽ കടന്നു വരും എന്നുള്ളതാണ്. ദൈവം താനും ഒന്നിച്ച് ഇതിലൂടെ നടക്കുമെന്നുള്ളതാണ് അബ്രഹാം പ്രതീക്ഷിച്ച കാര്യം. പക്ഷേ ദൈവം വന്നില്ല. അവിടെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ആക്ടിവിറ്റി, ഒരു പ്രവർത്തനം നടക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ റാഞ്ചൻ പക്ഷികൾ, അതായത് കഴുകൻ മുതലായതായ പക്ഷികൾ കടന്നു വരുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാ? ഈ മുറിച്ചു വച്ചിരിക്കുന്ന ഉടലുകളെ ഭക്ഷിക്കുവാൻ. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ഈ റാഞ്ചൻ പക്ഷികളെ ഓടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായ ഒരു ജോലിയാണ്. അപ്പോൾ നോക്കണേ, എത്രത്തോളം അബ്രഹാം അവിടെ നിരാശനാകുന്നുണ്ടായിരിക്കാം. ദൈവം അവിടെ ഇറങ്ങി വരുന്നില്ല എന്നുള്ള ചിന്ത അബ്രഹാമിനെ വളരെ ഭരിക്കുന്നുണ്ടാകാം. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാം അവിടെ ഒരു പ്രധാനപ്പെട്ട പിഴവ് വരുത്തിയിട്ടുണ്ട്. അബ്രഹാം പ്രാവിനെ പിളർന്നില്ല എന്നുള്ളത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മനുഷ്യർ എത്രത്തോളം ദൈവീകമായ കാര്യത്തിൽ പ്രവൃത്തികൾ ചെയ്തു എന്ന് വരികിലും അവിടെ എല്ലാം തന്നെ മാനുഷികമായ പരിമിതികളും മാനുഷികമായ തെറ്റുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ദൈവം അബ്രഹാമിനെയും അതേ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ദൈവം തരുന്നതായ അനുഗ്രഹങ്ങൾ, നമ്മുടെ രക്ഷ, ദൈവിക നന്മകൾ, സ്വർഗീയ നന്മകൾ ഒന്നും തന്നെ നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാകുവാൻ കഴിയത്തുമില്ല. കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ട്. അതുകൊണ്ട് അബ്രഹാം ആ പക്ഷികളെ പിളർന്നില്ല എന്നുള്ളത് ദൈവത്തിന് മുമ്പാകെ തീർച്ചയായിട്ടും ദൈവം പ്രതീക്ഷിക്കുന്നതായ ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ ഇവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അവിടെ ഇറങ്ങി വന്നില്ല. നോക്കൂ, അബ്രഹാം ഇവിടെ റാഞ്ചൻ പക്ഷികളെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചതായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വന്നു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും.
അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. വാസ്തവത്തിൽ അബ്രാം എന്താണ് ആഗ്രഹിക്കുന്നത്? അബ്രാം ആഗ്രഹിക്കുന്നത് ഒരു അടയാളം കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദൈവം തനിക്ക് ഉറപ്പിച്ചു നൽകുമെന്നാണ്. പക്ഷെ അതല്ല ഇവിടെ സംഭവിക്കുന്നത്. പെട്ടെന്ന് അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു എന്നും ഭീതിയും അന്ധതമസും, അതായത് വളരെ ഭയവും വലിയൊരു കൂരിട്ടും അവന്റെ മേൽ വന്നുവെന്നും നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തന്നെ ദൈവീക നിയന്ത്രണത്തിൽ വരുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഗാഢനിദ്ര എന്നുള്ള വിഷയമായി നമുക്ക് വിശുദ്ധ ബൈബിളിൽ മറ്റനേകം സ്ഥലങ്ങളിൽ അത് കാണുവാൻ കഴിയുന്നുണ്ടെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ, ആദമിന് ഒരു ഗാഢനിദ്ര കൊടുത്തിട്ട് ആദമിന്റെ വാരിയിൽ നിന്നും ഒന്നെടുത്ത് ആണ് ദൈവം ഹവ്വായെ, അതായത് തനിക്ക് തുണയായിരിക്കേണ്ട സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. അതേപോലെ തന്നെ യോന എന്നുള്ള ആ ഒരു വ്യക്തി, അവൻ ഒരു പ്രവാചകനാണ്. അവൻ ദൈവത്തെ അനുസരിക്കുവാൻ പുറപ്പെട്ടപ്പോൾ അവൻ അനുസരണക്കേട് കാണിക്കുകയും അവൻ യാത്ര ചെയ്തതായ കപ്പലിൽ ഒരു ഗാഢനിദ്രയിലേക്ക് അവൻ വഴുതിപ്പോയിട്ട് അവിടെയുള്ള ആളുകൾ, ആ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ ചീട്ടിട്ട് ആ കപ്പൽ മുങ്ങുമാറ് കടൽക്ഷോഭം ഉണ്ടാകുവാൻ ആരാണ് കാരണം എന്ന് അന്വേഷിച്ച് അവർ ചീട്ടിട്ടപ്പോൾ ഗാഢനിദ്രയിലായിരുന്ന അതേ യോനയെ അവർ കടലിൽ എറിയുവാൻ ഇടയായി തീർന്നു. അവിടെ നമുക്ക് ഈ ഗാഢനിദ്രയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം ഗാഢനിദ്രകളിലൂടെ ആളുകളെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏതെങ്കിലും പദ്ധതി അവരിലൂടെ നിവൃത്തീകരിക്കുവാൻ ദൈവം ഉപയോഗിക്കാറുണ്ട്. ഇതേ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നു. അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു എന്ന് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൽ ആ ഗാഢനിദ്രയിൽ തന്നെ അവൻ കാണുന്നതായ സ്വപ്നത്തിൽ അവന് സന്തോഷകരമായ ഒരു അനുഭവമല്ല ഉണ്ടാകുന്നത്. അവൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ്റെ ആ മുഖത്തിൻ്റെ ഭാവങ്ങൾ എത്രത്തോളം ഭീകരത വെളിപ്പെടുത്തുന്നതാണ്, ഭയം വെളിപ്പെടുത്തുന്നതാണ്. അതേപോലെ തന്നെ താൻ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് തനിക്കുണ്ടാകുന്ന ഒരു കൂരിരുട്ടിൻ്റെ അനുഭവം, അത് വല്ലാത്തൊരു അനുഭവത്തിലൂടെ അബ്രഹാം കടന്നു പോകുന്നു. ഈ ഒരു കാര്യം ഇവിടെ സംഭവിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇത് സാത്താനികമായ ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും കൂരിരുട്ട്, അന്ധത, അന്ധതമസ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത്, അത് ഇങ്ങനെയുള്ള ഭീകരമായ അവസ്ഥ ഒക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് സാത്താൻ്റെ ആധിപത്യം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ വിശുദ്ധ വേദോസത്തിൽ ദൈവം ഇങ്ങനെ തന്നെ ഇറങ്ങി വന്ന അടയാളങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ ഇപ്രകാരം ഒരു ഗാഢനിദ്ര വരുത്തിയിട്ട് ദൈവം വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അബ്രഹാമിനോട് സംസാരിക്കുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ഒരു അനുഭവം ദൈവം അബ്രഹാമിന് കൊടുക്കുമ്പോൾ ദൈവം തന്നെയാണ് അവനോട് സംസാരിച്ചതെന്നുള്ള ഉറപ്പ് അബ്രഹാമിന് ലഭിക്കുവാൻ അത് തീർച്ചയായിട്ടും കാരണമാകുന്നുണ്ട്. നമ്മോടും ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കും കേട്ടോ. അതായത് ദൈവം നമുക്ക് സ്വപ്നങ്ങളെ നൽകും, ഗാഢനിദ്ര നൽകും. സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കും. അതേപോലെ തന്നെ ഭയത്തിൻ്റെതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവിക പ്രവൃത്തിയുടെയും പ്രാർത്ഥനയായിട്ട് മാറാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വളരെ ശാരീരികമായ ക്ഷീണങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാത്തതായ അവസ്ഥയുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നതായ വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവണ്ണം പ്രാർത്ഥിക്കേണ്ടത് ഇന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. ആത്മാവ് താനും ഉച്ചരിച്ചൂടത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നോക്കൂ, ഇത്രത്തോളം നമുക്ക് വേണ്ടി ആത്മീയമായ നന്മകൾ ഒരുക്കുന്നതായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, യെസ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പക്ഷേ നിന്റെ സന്തതി നീ ചിന്തിക്കുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയിലല്ല. അവർ അവരുടെ ജീവിതത്തിൽ ധാരാളം കെടുതികൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് അബ്രഹാമിനോട് ദൈവം പറയുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമല്ല. ചില ആളുകൾ പറയാറുണ്ട്, അബ്രഹാമിൻ്റെ അനുസരണക്കേടോ
ദൈവത്തിന് മുമ്പാകെ അബ്രഹാം കാണിച്ചതായി കൃത്യവിലോപമൊക്കെ ആയിരിക്കാം ഇപ്രകാരം ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെയുള്ള കെടുതികൾ സംഭവിച്ചു എന്നുള്ളത്. എന്നാൽ ഞാനത് അത്രത്തോളം ഒരു ചിന്തയായിട്ട് എടുക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം സ്പഷ്ടമാണ്, ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകാൻ പോകുന്നതായ അവരുടെ അനുസരണക്കേട്, അവരുടെ മത്സരം, ഇതെല്ലാം തന്നെ ദൈവം തൻ്റെ മുൻനിർണയത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ പ്രധാനമായിട്ടും ചിന്തിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം വളരെ വ്യക്തമായി അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സന്തതി മൂലം ഈ ലോകം അനുഗ്രഹിക്കപ്പെടും, പക്ഷേ നിന്റെ സന്തതി വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോകും എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ദൈവം നേരത്തെ ഈ കാര്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞിരുന്നെങ്കിൽ അബ്രഹാം ഒരിക്കലും പറയില്ലായിരുന്നു എനിക്കൊരു സന്തതിയെ വേണമെന്നുള്ളത്. അങ്ങനെ ഒരിക്കലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അബ്രഹാം ഒരു മനുഷ്യനാണല്ലോ. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ദൈവം ആ സന്തതികളുടെ മേൽ അവൻ അയക്കാൻ പോകുന്നതായ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളുടെ നടുവിൽ പോലും ദൈവം അവരുടെ ദൈവമായി നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവം അബ്രഹാമിനോട് പറയുന്നു. അതായത് 400 വർഷം അവർ മിസ്രൈമിൽ അടിമകളായിട്ട് അവർ പിന്നീട് 400 വർഷത്തിന് ശേഷം അവർ മടങ്ങി വരുമെന്നും വളരെ വ്യക്തമായി ഇവിടെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു. അതേപോലെ തന്നെ അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യമാണ്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും എന്ന് പറഞ്ഞാൽ ഈ കനാൻ അവകാശമാക്കുമ്പോൾ നീ ഉണ്ടാവുകയില്ല, പക്ഷെ അതിനു മുമ്പ് നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. അതേപോലെ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. നോക്കൂ, ദൈവത്തിന് എത്രത്തോളം വ്യക്തമേറിയ പദ്ധതികൾ നമ്മെക്കുറിച്ചുണ്ട്. അതേ, അബ്രഹാമിനെ കുറിച്ചുണ്ട്, അവൻ്റെ സന്തതികളെ കുറിച്ചുണ്ട്. നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാലഗതികളെല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ഹി നോസ് അവർ ഫ്യൂച്ചർ. അവന് നമ്മുടെ ഭാവി അറിയാം. നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അവൻ്റെ പ്രീ ഡെസ്റ്റിനേഷനിലും അതേപോലെ തന്നെ അവൻ്റെ ഫോർ നോളജിലും അവൻ അറിയാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദൈവത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെന്ന് ധരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന് മുമ്പാകെ നാം നമ്മെ തന്നെ താഴ്ത്തുകയും സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരികയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നവരെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ ഉയർത്തുമെന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ അതേ ദൈവം തന്നെയാണ്. പക്ഷേ ആ ദൈവത്തിന് മുമ്പാകെ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ അതെ നമ്മുടെ ജീവിതത്തിൻ്റെ തക്ക സമയങ്ങളിൽ അവൻ നമ്മളെ ഉയർത്തുന്നതായ ദൈവവും കൂടെയാണ്. അതുകൊണ്ട് അബ്രഹാമിന് ഈ വാഗ്ദത്തങ്ങളും ഒക്കെ ദൈവം കൊടുക്കുമ്പോൾ തന്നെ അബ്രഹാമിനോട് ദൈവം വളരെ വ്യക്തമായി പറയുന്നു അതെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ അതിൽ പോലും അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് അതിലെല്ലാം തന്നെ ഞാൻ കർത്താവാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ കർത്താവായി നമ്മുടെ സകല വിഷയങ്ങളിലും അവൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ ദൈവം എങ്ങനെയാണ് ഞങ്ങളോട് ഇടപെടുന്നത് എന്നുള്ളതും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഫോർ നോളജ്, അതിൽ ദൈവം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ദൈവത്തിന് സന്നിധി താഴുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ തക്ക സമയത്ത് ഞങ്ങൾ ഉയർത്തപ്പെടേണ്ടതിനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അങ്ങയുടെ നിയന്ത്രണം ഉണ്ടാകുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.